ഹലോ, വെൽക്കം ടു റിച്ചൂസ് ബുട്ടീക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്യുന്നത്. കുർത്തയിലാണ് ചെയ്തേക്കുന്നത്. കോട്ടൺ സിൽക്കിൻ്റെ 2.5 മീറ്ററിൻ്റെ ടോപ്പാണ് എടുത്തേക്കുന്നത്. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ നെക്ക് തൊട്ട് താഴെ വരെയാണ്, ഈ കുർത്തയുടെ ലെങ്ത്ത് വരെയാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ചെറിയ സ്ക്വയറിൻ്റെ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. ആ സ്റ്റോൺസ് ഫെവിസിലിൻ്റെ ഗ്ലൂ വെച്ചിട്ട്, ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ആദ്യത്തെ നെക്കിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ താഴെയായിട്ടാണ് ഒട്ടിച്ചെടുത്തേക്കുന്നത്. ആദ്യം 3 പ്രാവശ്യം ഇതുപോലത്തെ ചെരിച്ചുള്ള രീതിയിലാണ്, ഒരു ഡയമണ്ട് ഷേപ്പിൻ്റെ വരുന്ന രീതിയിലാണ് ആ സ്ക്വയറിന് ഒട്ടിച്ചു കൊടുത്തത്. അങ്ങനെ 3 എണ്ണം അടുപ്പിച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ട് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് വേണം വെക്കാൻ. അടുത്തടുത്ത് ഉള്ള രീതിയിൽ വേണം അത് 3ഉം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഈ മെറ്റീരിയലിൻ്റെ കളറ് കോഫി ബ്രൗൺ ആണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസം തോന്നും, അത് ലൈറ്റ് എഫക്റ്റിൻ്റെയാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ച് എടുക്കുക. ഓരോന്നിൻ്റെയും 20 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ലൈനിൻ്റെ ഡിഫറൻസിൽ ഒട്ടിച്ചെടുക്കുക. മൊത്തത്തിൽ 5 ലൈനാണ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ആളുകളുടെ വലുപ്പത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് നിങ്ങൾ 5ഓ 7ഓ ലൈനായിട്ട് കൂട്ടിയെടുക്കുന്നതും നല്ലതായിരിക്കും. നല്ല ഹെവി ആയിട്ട് രീതിയിൽ വർക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് വന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ചെറിയ കട്ട് ബീഡ് കോർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് റൗണ്ട് ബീഡ് കോർക്കുക. എന്നിട്ട് ഈ റൗണ്ട് ബീഡിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ നീഡിൽ കയറ്റി എടുത്തിരിക്കണം. കാരണം എന്നാലേ അത് ടൈറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ആരി വർക്കിൽ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാം. ആരി അറിയാതെ ഹാൻഡ് വർക്കിൽ ചെയ്യുന്നവർക്കാണ് ഈ ഒരു മെത്തേഡിൽ കാണിച്ചു തരുന്നത്. അതെടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഒരു കട്ട് ബീഡ്, റൗണ്ട് ബീഡ്, അതും ഇതുപോലെ ചെയ്തിട്ട് ആ റൗണ്ട് ബീഡിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം കൂടെ നീഡിൽ നമ്മൾ കയറ്റി ഇറക്കി ഇങ്ങനെ എടുക്കണം. അത് കുറച്ച് ആ വർക്ക് ടൈറ്റായിട്ടിരിക്കാനാണ് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ വാഷിലോ എവിടെയെങ്കിലും കൊളത്തിയാലോ ഈ ഒരു ബീഡ് പുറത്തേക്ക് അത് പൊങ്ങിപ്പോരില്ല. സോ ഇതുപോലെ 3 പ്രാവശ്യം എടുത്തതിന് ശേഷം ഇനി 2 സൈഡിൽ നിന്നുമാണ് ബീഡ് കൊടുക്കുന്നത്. 2 സൈഡിൽ നിന്നും ഇതേപോലെ തന്നെ ഒരു കട്ട് ബീഡും ഒരു റൗണ്ട് ബീഡും. വൈറ്റ് കളർ റൗണ്ട് ബീഡാണ്. കോഫി ബ്രൗണിൽ വൈറ്റ് കളർ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നതുകൊണ്ടാണ് വൈറ്റ് കളർ തന്നെ സെലക്ട് ചെയ്ത് എടുത്തത്. വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു വി ഷേപ്പിലായിട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് ബീഡിൻ്റെ ഇതുപോലെ ചെയ്തെടുക്കുക. അടുത്തത് രണ്ടാമത്തെ വി ഷേപ്പിൻ്റെയും ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ വി ഷേപ്പിലായിട്ട് കൊടുക്കുക. അപ്പുറത്തെ സൈഡിൽ നിന്നും എടുക്കുക. ഓരോ പ്രാവശ്യം നമ്മൾ റൗണ്ട് ബീഡ് കോർത്ത് നോക്കുമ്പോൾ റൗണ്ട് ബീഡിൻ്റെ ഉള്ളിൽ ഒന്നും കൂടെ നീഡിൽ കോർത്തെടുക്കാൻ മറക്കരുത്. എന്നാലാണ് നമ്മുടെ വർക്ക് ശരിക്കും ടൈറ്റായിട്ടങ്ങ് ഇരിക്കുകയുള്ളൂ. സോ ഈ വർക്ക് കാണുന്നതിനേക്കാളും കുറച്ച് കൂടുതലാണ് സ്ട്രെയിൻ. കാരണം ടൈറ്റായിട്ട് ഇരിക്കുന്നതും നമ്മൾ നോക്കാൻ വേണം. അതുപോലെ തന്നെ നല്ല ഭംഗിയിലിരിക്കാനുള്ളതും ചെയ്യാൻ വേണം. അങ്ങനെ ആ ഒരു ബീഡിൻ്റെ അടുത്ത് വരെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുക. സ്റ്റോണിൻ്റെ അടുത്ത് വരെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ വർക്ക് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ്. ഇത് ശരിക്കും നല്ലൊരു ഫങ്ഷൻ വെയറിൽ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. യൂഷ്വലി ഹാൻഡ് എംബ്രോയ്ഡറി ഫങ്ഷൻ വെയർ ആയിട്ട് എടുക്കുന്നത് ഇല്ല. നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് ചെയ്യുന്ന സിമ്പിൾ വർക്കിലുള്ള ഡിസൈൻസും കുറേയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാൻഡ് എംബ്രോയ്ഡറിയിൽ യുണീക്കായിട്ട് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ലോ ബഡ്ജറ്റിലായാലും വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെയ്തെടുക്കുക. വി ഷേപ്പ് എടുക്കുക. 2 പ്രാവശ്യം ഓരോ ഇതിൻ്റെയും അകത്തേക്കൂടെ കോർത്തെടുക്കുക. ഇപ്പോൾ ഈ ചെയ്ത വർക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്ന എല്ലാ സ്റ്റോൺസിനും ചെയ്യണം. അതായത് മേലെ തൊട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്ന എല്ലാ സ്റ്റോൺസിലും ഈ ഒരു സെയിം വർക്കാണ് ചെയ്തെടുക്കേണ്ടത്. ബീഡ് വർക്ക് ചെയ്തേക്കുന്ന മെറ്റീരിയൽ വന്ന് ഒരിക്കലും മെഷീൻ വാഷ് ചെയ്യരുത്. ബീഡ്സ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ടാണ്. മെഷീൻ വാഷ് ചെയ്യരുതെന്ന് പറയണേ. ഹാൻഡ് വാഷിൽ ചെയ്തെടുക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ത്രെഡ് വർക്ക് ആണെങ്കിൽ പിന്നെ മെഷീൻ വാഷിൽ കുഴപ്പമില്ല, ഒരു പ്രശ്നവും വരില്ല. പക്ഷേ ബീഡാണെങ്കിൽ മെഷീൻ വാഷ് ചെയ്യാതിരിക്കുകയാണ് അത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ എപ്പോഴും നല്ലത്. ഇനി ഇതേ വർക്ക് പറഞ്ഞ പോലെ എല്ലാ സ്റ്റോൺസ് ഒട്ടിച്ചയിലും ചെയ്തെടുക്കാം.
ഇതുപോലത്തെ കുറേ വർക്കുകളുടെ ഡിസൈൻ ചെയ്തത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട്. റിച്ചൂസ് ബൊട്ടീക്ക് എന്നാണ് പേജിൻ്റെ പേര്. ആ പേജിൽ നോക്കിയാൽ മതി. അതിലും ഏതെങ്കിലും ഒരു വർക്ക് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്താൽ കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് വർക്ക് കസ്റ്റമൈസ് ചെയ്യുന്നതും ആണ്. ഇല്ല, സെയിം മെറ്റീരിയൽ തന്നെയാണ് വേണമെങ്കിലും ആ മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതുപോലെ എല്ലാത്തിലും കോർത്ത് 2 പ്രാവശ്യമായിട്ട് നൂല് കോർത്ത് എടുത്ത് വയ്ക്കുക. ടു 2.5 മീറ്ററിൻ്റെ നല്ല ലെങ്ത്തിലാണ് ഈ ഒരു മെറ്റീരിയൽ ഉള്ളത്. അതുകൊണ്ട് എത്ര വണ്ണമുള്ളവർക്കും ഇല്ല മെലിഞ്ഞിരിക്കുന്നവർക്കായാലും ചെയ്യാൻ പറ്റുന്നതാണ്. ഉറപ്പായിട്ടും മെറ്റീരിയൽ കുറേ ബാലൻസും ഉണ്ടാകും. സോ അങ്ങനത്തെ രീതിയിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടുന്നതാണ്. ഇതിൻ്റെ കൂടെ കളർ ചേഞ്ചിലോ ഇല്ല വേറെ എന്തെങ്കിലും എക്സ്ട്രാ ത്രെഡ് വർക്കും കൂടെ ആഡ് ചെയ്യുന്ന രീതിയിലും വേണമെങ്കിലും ആ രീതിയിലും പറഞ്ഞാൽ മതി. സോ റിച്ചൂസ് ബൊട്ടീക്കിൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. മറക്കാതെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ചെയ്തേക്കുന്ന വർക്ക് ഇനി നമ്മൾ വെച്ചേക്കുന്ന എല്ലാ ബീഡ്സിലും ഇതുപോലെ ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഇനി ബ്രൗണിൽ ഞാൻ ഒരു സാൻഡിൽ കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ബ്രൗണിൽ സാൻഡിൽ കളർ നന്നായിട്ട് തെളിഞ്ഞ് കാണും. അതുകൊണ്ട് സാൻഡിൽ കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. 2 ത്രെഡേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് വെച്ച് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. 2 സ്ട്രാൻഡ് ത്രെഡിലുള്ള വർക്ക് ആയതുകൊണ്ട് 2 സ്ട്രാൻഡ് ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല തെളിഞ്ഞ് കാണും. അപ്പം ഫസ്റ്റ് നീഡിൽ ഈ ബീഡിൻ്റെ തൊട്ടടുത്ത് കോർത്തെടുക്കുക. എന്നിട്ട് ആദ്യത്തെ ചെയിൻ എടുക്കുക. ആദ്യത്തെ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ കുത്തിയെടുത്തോ നീഡിൽ അവിടെ തന്നെ വീണ്ടും കുത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് ക്ലോത്ത് മാത്രം നീഡിൽ വന്ന മാതിരി എടുത്തിട്ട് അതിന് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുക. അങ്ങനെ ആ ഡിസൈനിൽ നിന്ന് അടുത്ത ഡിസൈൻ വരേക്കും ഇതുപോലെ വലിച്ച് എടുക്കുക. ചെറിയ ചെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. വലിയ ചെയിൻ ചെയ്യരുത്. വലിയ ചെയിൻ ചെയ്താൽ ഭയങ്കര ഒരു ഓഡ് ലുക്കായിരിക്കും. ചെറിയ ചെയിനായിട്ട് ചെയ്തെടുത്ത് ഫുള്ളായിട്ട് ആ ഡിസൈൻ ഫുൾ കവർ ചെയ്തെടുക്കുക. ഇതുപോലെ എവിടെയൊക്കെ 2 ബീഡിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടോ അവിടെയെല്ലാം ഈ വർക്ക് ഇതുപോലെ ചെയ്തെടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ടോപ്പിൻ്റെ ഫ്രണ്ട് തൊട്ട് താഴെ വരെയുള്ളതാണ് വർക്ക്. ഫുള്ളായിട്ടുള്ള വർക്ക് ഇതാണ്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ ഒരു വർക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.